യുദ്ധത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രാജ്യമെങ്ങും നടത്തപ്പെടുകയാണ്. കുമരകം SKMHSSലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് സമുചിതമായി ആഘോഷിക്കുന്നു. ഹിമാലയം മലനിരകളിൽ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 205 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പട്ടണമാണ് ഗാർഗിൽ. കോട്ട എന്നർത്ഥം വരുന്ന ഗാർ, ഇടം എന്നർത്ഥം വരുന്ന ഗിൽ എന്നിവ ചേർന്നതാണ് ഗാർഗിൽ. ഗാർഗിൽ എന്നാൽ കോട്ടകൾക്കിടയിലുള്ള ഇടം എന്നാണ് അർത്ഥം. പാകിസ്ഥാൻ പട്ടാളം യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് അതിശൈത്യത്തിന്റെ മറവിൽ കാർഗിൽ കുന്നുകളിൽ ഇടം പിടിച്ചു. ക്യാപ്റ്റൻ സൗരഭ് കാലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ പട്ടാള സംഘത്തെ പട്രോളിങ്ങിനിടെ പാക് സൈന്യം ആക്രമിച്ച് പൈശാചികമായി കൊലപ്പെടുത്തി. ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കയറിയ പാക് സൈന്യത്തിന്റെ അതിക്രമങ്ങളെ ഇന്ത്യൻ കര വ്യോമസേനകൾ ശക്തമായി നേരിട്ടു. മഞ്ഞു മൂടിക്കിടന്ന മലനിരകളിൽ മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സ്വാതന്ത്ര്യവും ശാന്തിയും കാത്തുസൂക്ഷിക്കാൻ അസ്ഥികൾ പോലും നുറുങ്ങുന്ന തണുപ്പിൽ ചീറിയെത്തുന്ന ആയുധ ചീളിനെ സധൈര്യം നേരിട്ട് ജന്മനാടിന്റെ മാനത്തിനായി കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും മറന്ന് ആയുധം പേറി ശത്രു സംഹാരകരായി ഒരു പറ്റം ജവാന്മാർ ചരിത്രം രചിച്ച് പോരാടിയപ്പോൾ കാർഗിൽ മലനിരകളിൽ നുഴഞ്ഞു കയറിയ ശത്രു സൈന്യത്തിന് ലോക ജനതയ്ക്ക് മുന്നിൽ താണം കെട്ട് തല താഴ്ത്തി പിന്മാറേണ്ടി വന്നു. അതെ, 500-ൽ കൂടുതൽ ജവാന്മാരുടെ ജീവത്യാഗം, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട 100-ലധികം കുട്ടികൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട 100-ലധികം ഭാരത സ്ത്രീകൾ, മക്കളെ നഷ്ടപ്പെട്ട അനവധി രക്ഷിതാക്കൾ, ഇവരുടെ ത്യാഗം നാം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും സമാധാനത്തിനുമെതിരെയുള്ള ഏത് വെല്ലുവിളിയും നാം ഒറ്റക്കെട്ടായി നേരിടും. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ആദ്യമായി പതാക ഉയർത്തൽ ചടങ്ങ് പതാക ഉയർത്തുന്നതിനായി സ്കൂൾ മാനേജർ ശ്രീ AK ജയപ്രകാശ് അവരുകളെ ബഹുമാന്യ വ്യക്തികളോടൊപ്പം സ്വാഗതം ചെയ്യും. ऐ मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे। मेरी ज़मीं महबूब मेरी मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे। പ്രിയങ്കരനായ ദേവസ്വം സെക്രട്ടറി ശ്രീ KP ആനന്ദക്കുട്ടൻ, നമ്മളുടെ ജയക ടീച്ചറെ, സുജ ടീച്ചറെ, പ്രിയമുള്ള കേഡറ്റുകളെ, ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ കാർഗിൽ എന്ന് പറയുന്ന നമ്മളുടെ മലമുകളിലൂടെ നുഴഞ്ഞു കയറി നമ്മളുടെ പ്രദേശം അവർ കൈക്കലാക്കുകയുണ്ടായി. ആയ സംരംഭം പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജവാന്മാർ കാണിച്ച വീരോജ്വലമായ ഒരു യുദ്ധത്തിൻ്റെ യുദ്ധം ജയിച്ചതിൻ്റെ 25ാമത്തെ വാർഷികമാണിന്ന്. ആ സുദിനത്തിൻ്റെ ഓർമ്മയ്ക്ക് അന്ന് നമ്മൾക്ക് ജീവൻ നഷ്ടമായത് നമ്മളുടെ പ്രിയപ്പെട്ട 527 വീരജവാന്മാരെയാണ്. ആ വീരജവാന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനും അവരോടുള്ള നമ്മളുടെ ദേശത്തിൻ്റെ കിടപ്പാട് രേഖപ്പെടുത്തുന്നതിനുമാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളുടെ നാടെമ്പാടും ഈ ദിനത്തെ ആ വീരജവാന്മാർക്ക് വേണ്ടി സ്മരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നല്ല പൗരന്മാരായി ഇതുപോലെ തന്നെ വീരകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള മനത്തൻ്റെ ഇടമൊക്കെ ഉണ്ടാകട്ടെ. നല്ല നല്ല ജവാന്മാരെ അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ഉയർന്ന ഉദ്യോഗങ്ങൾ പ്രവേശിച്ചുകൊണ്ട് നമ്മളുടെ നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുദിനത്തിന് അല്ലെങ്കിൽ ഈ നമ്മളുടെ വീരദിനത്തിന്, കാർഗിൽ ദിനത്തിന് നമ്മൾ എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഏറെ ആരാധ്യനായ ശ്രീകുമാരമംഗലം ദേവസ്വം പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ ജയപ്രകാശ് സാറ്, ഇന്ന് ഈ കാർഗിലിൻ്റെ യുദ്ധത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഇന്ത്യയിലാകമാനം ഉള്ള സ്കൂളുകളിൽ ഇന്ന് ഈ ചടങ്ങുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ SKM ശ്രീകുമാരമംഗലം സ്കൂളിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ഏറ്റവും നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അനീസ് സാറിന് പ്രത്യേകം അഭിനന്ദനം
അർപ്പിക്കുകയാണ്. നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കാർഗിൽ ദിനം ആചരിക്കുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരരക്ഷസാക്ഷിത്വം വഹിച്ച നമ്മുടെ വീരന്മാരായ ജവാന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും NCC കേഡറ്റുകൾ രാജ്യത്തോട് വളരെ സ്നേഹം പുലർത്തേണ്ട കുട്ടികളാണ്. ഈ ഒരു ദിവസത്തിൽ ഇത്ര മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ NCC കേഡറ്റുകൾക്കും അതിന് നേതൃത്വം നൽകുന്ന അനീഷ് സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ, പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് കാർഗിൽ കുന്നുകളിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമേൽ വിജയം കൈവരിച്ചതിൻ്റെ 25ാം വാർഷിക ദിനമാണ്. അവിടെ 700-ലധികം പട്ടാളക്കാർ ജീവൻ ത്യജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അനേകം പട്ടാളക്കാർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ത്യാഗം ചെയ്ത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സേവനം നടത്തി. അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നതിനുള്ള മനോഭാവം വളർത്തിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവനും ജീവിതവും നഷ്ടപ്പെട്ട 527 ധീരജവാന്മാരോടുള്ള ആദരവ് അർപ്പിക്കുന്നതിനുള്ള സമയമാണ്. संतों वीरों की जननी संस्कृति हो जिसकी महान, नाज करे हम सब जिस पर वो मेरा हिंदुस्तान। सारे जहां से अच्छा हिंदुस्ता हमारा।
खेलती है, जिसकी हजारों नदियाँ गोदी में खेलती है, जिसकी हजारों नदियाँ गुलशन है जिसके दम से, गुलशन है जिसके दम से रश के जीना हमारा हमारा। सारे जहां से अच्छा हिंदुस्तान हमारा, सारे जहां से अच्छा। मजहब नहीं सिखाता आपस में बैर रखना, मजहब नहीं सिखाता आपस में बैर रखना। हिंदी है हम, हिंदी है हम, हिंदी है हम, वतन है हिंदुस्तान हमारा हमारा। ജന്മനാടിൻ്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. കൊടും തണുപ്പിനെ അതിജീവിച്ച് കാർഗിൽ കുന്നുകളിൽ വിജയം വരിച്ച ധീരജവാന്മാരുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടം ഞാൻ മനസ്സിലാക്കുന്നു. കാർഗിൽ കുന്നുകളിൽ മാതൃരാജ്യത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്ത ജവാന്മാരുടെ പോരാട്ടവും മാതൃരാജ്യത്തോടുള്ള കൂറും ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ ഞാൻ പ്രയത്നിക്കുമെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.